ഞാനിങ്ങനെ യൂട്യൂബിലൂടെ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്താണ് നമ്മുടെ പാപ്പുവിൻ്റെ വീഡിയോ കണ്ടത്. പാപ്പുവിനെ നമ്മുടെ മലയാളികൾക്ക് എല്ലാവർക്കും അറിയാൻ തന്നെയാണ് ഞാൻ കരുതുന്നത്. വേറെ ആരുമല്ല, നമ്മുടെ അമൃത സുരേഷിൻ്റെയും ആക്ടർ ബാലൻ്റെയും ഒരേ ഒരു മകനാണ് പാപ്പു. അപ്പോൾ പാപ്പു ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ വളരെ സീരിയസ് ആയിട്ടുള്ള കുറച്ച് അലിഗേഷൻസ് ബാലയ്ക്കെതിരെ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ എന്താണ് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ബാല നമ്മളെല്ലാവരും കാണാറുള്ളതാണ്, വളരെ ലവിങ് ആയിട്ടാണ് എപ്പോഴും ബാല തൻ്റെ മകളെക്കുറിച്ച് പറയാറുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ പാപ്പു പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ബാലയ്ക്ക് തന്നോടുള്ള സ്നേഹം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള ആക്ടിങ് ആണ് എന്നുള്ളതാണ് പാപ്പു ഈ വീഡിയോയിലൂടെ പറയുന്നത്. അതുപോലെ തന്നെ ബാല അമൃതയെയും അമൃതയുടെ ഫാമിലിയെയും മെൻ്റലിയും ഫിസിക്കലിയൊക്കെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുള്ള ആളാണ്. ഈ ഇൻ്റർവ്യൂസിലും ഒക്കെ വന്നിട്ട് ബാല പറയുന്ന പല കാര്യങ്ങളും പച്ചക്കള്ളമാണെന്നാണ് നമ്മുടെ പാപ്പു ഈ ഒരു വീഡിയോയിലൂടെ പറയാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം പാപ്പുവിൻ്റെ ബർത്ത്ഡേ ആയിരുന്നല്ലോ. അപ്പം അഭിരാമി ഇട്ടിട്ടുള്ള വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ അഭിരാമി പാപ്പുവിന് വേണ്ടി ട്രഷർ ഹണ്ടൊക്കെ ഒരുക്കിയതും പാപ്പുവിൻ്റെ ഒരു ഹാപ്പിനെസ് ഒക്കെ ആ ഒരു വീഡിയോയിലൂടെ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം അതുപോലെ തന്നെ നമ്മുടെ ബാല മോളെ വിഷ് ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോയും കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ബാലയുടെ വീഡിയോ കണ്ടപ്പോഴത്തേനും എന്താണ് ഭയങ്കര വിഷമം തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം എന്തിനാണ് അമൃത ഇങ്ങനെ ഇത്രയും സെൽഫിഷായിട്ട് മോളെ ഒരു തവണയെങ്കിലും ബാലനെ കാണിക്കാനായിട്ട് സമ്മതിക്കാത്തത് എന്താണ് എന്നുള്ളതൊക്കെ ആലോചിച്ചിട്ട് നല്ലൊരു വിഷമം തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം അത്രയും ഇമോഷണലായിട്ടാണ് ബാല ആ ഒരു വീഡിയോയിലൂടെ മോളെ വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം പാപ്പുവിൻ്റെ ഈ ഒരു വീഡിയോ വന്നതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഷോക്കിംഗ് ആയിപ്പോയി. അപ്പം നിങ്ങൾ ആരെങ്കിലും ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ പാപ്പു എന്താണ് അച്ഛനെക്കുറിച്ച് പറയുന്നത് എന്നുള്ളത് നമുക്ക് ആദ്യം അതിനെക്കുറിച്ചൊന്ന് കേട്ടിട്ട് വരാം. ഹലോ, എൻ്റെ പേര് അവന്തിക എന്നാണ്. ഇന്ന് ഞാൻ ടോക്ക് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നെയും എൻ്റെ ഫുൾ ഫാമിലിനെ, ദാറ്റ് മീൻസ് മീ, എൻ്റെ മദറിനെയും എൻ്റെ ആൻറ്റീനെയും എൻ്റെ അമ്മാമിനെയും എഫക്റ്റ് ചെയ്യുന്ന ഒരു മേജർ ഇഷ്യൂവിനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി സ്പീക്കിംഗ് എനിക്കിതിനെപ്പറ്റി സംസാരിക്കാൻ ഒരു ഇഷ്ടമല്ല. ഇറ്റ്സ് വെരി സെൻസിറ്റീവ് ടോപ്പിക് ഫോർ മീ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ടോക്ക് ചെയ്യാൻ ഇതിനെപ്പറ്റി ഇഷ്ടമല്ല. പക്ഷേ എനിക്ക് മടുത്തു. എനിക്ക് എൻ്റെ മദറും എൻ്റെ ഫുൾ ഫാമിലിയും ഭയങ്കര സാഡായിട്ടും ഇരിക്കുന്നത് എനിക്ക് കണ്ട് മടുത്തു. എനിക്കത് പറ്റില്ല. എനിക്ക് ഇറ്റ്സ് വെരി സാഡ് ഫോർ മീ ടു സീ മൈ ഫാമിലി സോ ഇമോഷണൽ. അതെനിക്ക് പറ്റില്ല. അത് മാത്രമല്ല, എനിക്കും ഇത് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ സ്കൂളിൽ പോകുമ്പോഴോ വെറുതെ യൂട്യൂബിൽ നോക്കുമ്പോഴോ ഇത് എന്നെ പറ്റി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. എന്നെയും എൻ്റെ മദറിനെയും പറ്റി ഫോൾസ് ആക്യുസേഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സ്കൂളിൽ പോകുമ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ചില സമയത്ത് ചോദിക്കാറുണ്ട്, ഇതെങ്ങനെയാണോ, അത് ട്രൂ ആണോ, ഇവർ പറയുന്നത് ട്രൂ ആണോ, ശരിക്കും ഇതൊക്കെ നടന്നു. എനിക്കതിന് ആൻസർ പറയാൻ കിട്ടുന്നില്ല. കാരണം ഈ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഇങ്ങനെ ഫോൾസ് ആക്യുസേഷൻസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാവരുടെയും വിചാരം ഞാനും എൻ്റെ മദറും ഭയങ്കര ബാഡാണ്. പക്ഷെ ഇറ്റ്സ് നോട്ട് ദ ട്രൂത്ത്. മോള് പറഞ്ഞതുപോലെ തന്നെ വളരെ ഇമോഷണലും അതുപോലെ തന്നെ സെൻസിറ്റീവ് ആയിട്ടുമുള്ള ഒരു ടോപ്പിക് തന്നെയാണ് ഇത്. എസ്പെഷ്യലി മോളെ ഇതിലോട്ട് ഇൻക്ലൂഡ് ചെയ്യുന്ന സമയത്ത് വലിയ വിഷമം തന്നെയാണ് തോന്നുന്നത്. മോള് പറഞ്ഞതുപോലെ യൂട്യൂബ് ചാനൽ തുറന്ന് നോക്കുകയാണെങ്കിൽ ഒരുപാട് ഫേക്ക് ആയിട്ടുള്ള ന്യൂസുകൾ ബാലനെ കുറിച്ചാണെങ്കിലും അതുപോലെ തന്നെ അമൃതയെക്കുറിച്ചാണെങ്കിലും നമുക്ക് ഒരുപാട് കാണാനായിട്ട് സാധിക്കും. എന്തിനു പറയാനാണ്, മോള് ഇപ്പോൾ ഇട്ടിട്ടുള്ള ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ, ഈ ഒരു വീഡിയോക്ക് താഴെ പോലും ഒരുപാട് ആളുകൾ എത്ര ചെറിയൊരു മോളാണെന്ന് പോലും നോക്കാതെ ഈ മോളെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ആ കുട്ടി തെറി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ആൾക്കാർ. അതുപോലെ തന്നെ ബാലനെ കുറിച്ചാണെങ്കിലും അമൃതയെക്കുറിച്ചാണെങ്കിലും വളരെ മോശമായിട്ടുള്ള കമൻസുകളാണ് ഈ ഒരു വീഡിയോക്ക് താഴെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇതൊക്കെ കാണുമ്പോൾ അവരനുഭവിക്കുന്ന ഒരു വേദന എന്താണെന്നുള്ളത് ആരും മനസ്സിലാക്കുന്നില്ല. ഇപ്പം ആരാണ്ട് നമുക്ക് ഭ്രാന്തളെങ്കിൽ കാണാൻ രസം എന്ന് പറയുന്നത് പോലെയാണ് ഇവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. ഇവരുടെ സ്വന്തം കുടുംബത്തിൽ ഇതുപോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ മാത്രമേ ഇവരൊക്കെ എത്രമാത്രമാണ് അനുഭവിക്കുന്നത് എന്നുള്ളത് ഈ എഴുതിവിടുന്ന ആളുകൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. എന്നാലും നമുക്ക് ബാക്കിയുള്ള മോൾ എന്തൊക്കെയാണ് പറയുന്നതെന്ന് അത് കേട്ട് നോക്കാം. സോ ബേസിക്കലി ഈ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫാദറിനെ പറ്റിയാണ്. എൻ്റെ ഫാദർ കുറേ ഇങ്ങനെ ഇന്റർവ്യൂസും വീഡിയോസും ചെയ്തിട്ടുണ്ട്. എൻ്റെ അടുത്ത് എന്നെ ഭയങ്കര ഇഷ്ടമാണ്, എന്നെ ഭയങ്കര മിസ് ചെയ്തിട്ടുണ്ട്, എനിക്ക് കുറേ ഗിഫ്റ്റ്സും അങ്ങനത്തെ സാധനങ്ങളൊക്കെ എപ്പോഴും അയക്കാറുണ്ടെന്ന് കുറേ വീഡിയോസ് ഉണ്ട്. ഇങ്ങനെ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ തന്നെ കിട്ടും കുറേ നമ്പർ ഓഫ് വീഡിയോസ്. ബട്ട് നൺ ഓഫ് ഇറ്റ് ഇസ് ട്രൂ. എനിക്ക് ഒരു കാര്യം പോലും ഇല്ല. ആക്ച്വലി സ്പീക്കിംഗ്, എനിക്ക് ലവ് ചെയ്യാൻ, എൻ്റെ ഫാദറിനെ ലവ് ചെയ്യാൻ എനിക്ക് ഒരു റീസൺ പോലും ഇല്ല. അത്രയും എന്നെയും എൻ്റെ മദറിനെയും എൻ്റെ അമ്മാവിനെയും എൻ്റെ ആന്റിനെയും ഭയങ്കരമായിട്ട് മെന്റലിയും ഫിസിക്കലിയും ടോർച്ചർ ചെയ്തിട്ടുള്ള ഒരാളാണ്. ലൈക്ക് ലിറ്ററലി എനിക്ക് ഒരു കാര്യം പോലും ഇല്ല എനിക്ക് ലവ് ചെയ്യാൻ. ആക്ച്വലി ഫോർ എക്സാമ്പിൾ, എപ്പോഴും ഞാൻ ചെറുതായിരുന്നപ്പോൾ, ഞാൻ ഭയങ്കര കുഞ്ഞായിരുന്നു, എന്നാലും ഹി വുഡ് കം ഹോം ഡ്രങ്ക് ആൻഡ് ജസ്റ്റ് ആക്ച്വലി സ്റ്റാർട്ട് ബീറ്റിംഗ് മൈ മദർ. എനിക്കത് കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര വിഷമാവും. ഒരു റീസണും ഇല്ല. പക്ഷെ വെറുതെ വീട്ടിൽ വന്ന് ഡ്രങ്ക് ആയിട്ട് എന്റെ മദറിനെ വെറുതെ തല്ലിക്കൊണ്ടിരിക്കും. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, ഞാനൊരു കുഞ്ഞല്ലേ. ഞാനിതൊക്കെ കാണുമ്പോൾ എനിക്കും നല്ല വിഷമാവാണ്.
ലൈക്ക് എന്റെ മദറും എന്റെ ഫാമിലിയും നല്ല വർക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്, എന്നെ ഭയങ്കരമായിട്ട് ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. ഒറ്റ ഒരു കാര്യത്തിൽ പോലും എന്നെ തല്ലിയിട്ടില്ല. എപ്പോഴും എന്റെ കൂടെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. എന്നെ ഭയങ്കരമായിട്ട് ലവ് ചെയ്യുന്ന ഒരു ഫാമിലിയാണ്. എന്റെ ഫാദർ കുറെ ഇന്റർവ്യൂസിലും കുറെ ലൈസും ഫാൾസ് അലിഗേഷൻസ് എന്റെ മദറിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഫാൾസ് ആണ്. ലൈക്ക് ലിറ്ററലി എന്റെ മദറിനെ കുറെ തല്ലിയിട്ടുണ്ട്, എന്റെ മദറിനെ കുറെ ലൈക്ക് ടോർച്ചർ ചെയ്തിട്ടുണ്ട്. എന്റെ മദർ മാത്രമല്ല, എന്നെയും ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്തിട്ടുണ്ട്. ഞാൻ കുഞ്ഞായിരുന്നപ്പോ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഒരു പ്രാവശ്യം ഡ്രങ്ക് ആയിട്ട് വന്നിട്ട് ഒരു ഗ്ലാസ് ബോട്ടിൽ എന്റെ മുഖത്തേക്ക് എറിയാൻ ലൈക്ക് ചെയ്തു. അപ്പൊ എന്റെ മദർ ഉണ്ടായിരുന്നില്ലെങ്കിൽ ശരിക്കും എനിക്ക് എന്റെ തലയിലെങ്കിലും ഇടിച്ചാണ്. ഇവിടെ എന്റെ മദർ ഉള്ളതുകൊണ്ട് കൈവച്ച് ബ്ലോക്ക് ചെയ്തിട്ടാണ് എനിക്കൊന്നും നടക്കാണ്ടിരുന്നത് തന്നെ. അത്രയും ടോർച്ചർ ചെയ്തിട്ടുണ്ട്, മെന്റലി മാത്രമല്ല ഫിസിക്കലിയും. എന്റെ മദറിനെ എന്നെ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്തിട്ടുണ്ട്. ഒരു പ്രാവശ്യം കോർട്ടിലിരുന്നപ്പോൾ എന്നെ ലിറ്ററലി ഓൺ ദ ഫ്ലോർ ഡ്രാഗ് ചെയ്തിട്ട് ചെന്നൈ കൊണ്ടുപോയിട്ട് ലൈക്ക് ലിറ്ററലി ആ റൂമിലിട്ടിട്ട് എനിക്ക് ഒരു ഫുഡോ ഒരു സാധനവും ചെയ്യില്ല. ഇങ്ങനത്തെ ഒക്കെ ആൾക്കാരനെയാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്. ആക്ച്വലി ഇത് പ്ലീസ്, വാട്ട് ഈസ് സേയിങ് ഇസ് ആബ്സല്യൂട്ട്ലി റോങ്, full of lies, and he's mentally and physically tortured me and my mother. Like literally just imagine കോട്ടീന്ന് ഇങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് ചെന്നൈ കൊണ്ടുപോയിട്ട് ഒരു റൂമിലിട്ട് പൂട്ടിയിട്ടേക്കായിരുന്നു. എന്റെ മദറിനെ വിളിക്കാനും സമ്മതിക്കില്ല, ഒരു സാധനവും ചെയ്യാൻ സമ്മതിച്ചില്ലായിരുന്നു. അത്രയും ടോർച്ചർ ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, കുറച്ച് ദിവസം മുമ്പ് ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്കില്ലേ റൈറ്റ് എന്റെ ഫാദറിനെ കാണാൻ. എനിക്ക് കാണണ്ട, എനിക്ക് ലിറ്ററലി ഐ ഡോണ്ട് വോണ്ട് ടു സീ യുവർ ഫേസ്. ഇറ്റ്സ് ലിറ്ററലി എനിക്ക് സംസാരിക്കണ്ട, എനിക്ക് കാണണ്ട. ആൻഡ് ഇഫ് യു ലവ് മീ സോ മച്ച്, ഇങ്ങനെ എല്ലാ ഇന്റർവ്യൂലും പറയാറുണ്ട് എന്നെ ഭയങ്കര ഇഷ്ടമാണ്, എന്നെ ഭയങ്കര മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒറ്റ ഒരു കോള് തന്നിട്ടുണ്ടോ, ഒരു കോള്, അല്ലെങ്കിൽ കോള് വേണ്ട, എന്റെ അഡ്രസ്സിലേക്ക് ഒരു ലെറ്റർ, ഒരു ഗിഫ്റ്റ്, അത് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഒറ്റ സാധനം പോലും ഇല്ല. പിന്നെ ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സിക്ക് ആയിരുന്നപ്പോൾ അവിടെ പോയിട്ട് ഞാൻ എന്തോ ലാപ്ടോപ്പും ഡോറാഡോളും എനിക്ക് ചോദിച്ചത്. എന്തിനാ ഞാനത് ചോദിക്കണേ? എനിക്ക് നിങ്ങളുടെ ഒരു സാധനവും വേണ്ട, ഞാൻ അങ്ങനെ ഒരു കാര്യം പോലും പറഞ്ഞിട്ടില്ല. ആൻഡ് ഇൻഫാക്ട് ഞാൻ അവിടെ പോയത് തന്നെ എന്റെ മദർ പറഞ്ഞിട്ടാണ്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് അവിടെ പോകാൻ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. എനിക്ക് കാണാനോ സംസാരിക്കാനോ ഒരു കാര്യം ചെയ്യാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. ജസ്റ്റ് പ്ലീസ് ലീവ് മൈ ഫാമിലി അലോൺ, ലീവ് മീ അലോൺ, ലീവ് മൈ മദർ, ലീവ് മൈ ആന്റി, ലീവ് മൈ ഗ്രാൻഡ് മദർ, ഓൾ അലോൺ. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എന്റെ ഫാമിലിയുടെ കൂടെ. എനിക്ക് നിങ്ങളുടെ ഒരു ഹെൽപ്പോ ലവോ ഒന്നും വേണ്ട, അതൊരിക്കലും കാണിച്ചിട്ടുമില്ല. പക്ഷെ എനിക്ക് ഒന്നും വേണ്ട. പ്ലീസ് ലീവ് മൈ ഫാമിലി അലോൺ. ഐ കാൺ സേ എനിത്തിങ് മോർ ദൻ ദിസ് ആക്ച്വലി. ആൻഡ് നിങ്ങൾ വിചാരിക്കും എന്റെ മദർ ഇവിടെ ഇങ്ങനെ ഫോഴ്സ് ചെയ്തിട്ടാണ് ഇവിടെ ഈ വീഡിയോ ഇടിപ്പിക്കുന്നത്. ഇവിടെ എന്റെ മദർ പോലും ഇല്ല. ആക്ച്വലി എന്റെ മദർ വർക്കിന് പോയേക്കാണ്. എനിക്ക് എന്റെ മദർ ആക്ച്വലി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു വീഡിയോ മമ്മി തന്നെ ഇടണം, പക്ഷെ മമ്മിക്ക് എന്നെ ഇങ്ങനെ കേസിലേക്കോ ഡ്രാഗ് ചെയ്യാനോ ഒന്നും ഇഷ്ടമല്ല. അപ്പൊ മമ്മി ഒരിക്കലും ചെയ്തിട്ടില്ല. എനിക്ക് മടുത്തു. ഞാൻ എന്റെ ഓൺ വില്ല് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കുന്നത്. ഇത് സ്ക്രിപ്റ്റഡോ അങ്ങനെ ഒന്നുമല്ല. ഞാൻ എന്റെ ആർട്ടിൽ നിന്ന് കൂടെ പറയുന്നത്. എനിക്ക് എന്റെ മദറും എന്റെ ഫാമിലിയും സ്ട്രഗിൾ ചെയ്യുന്നത് കണ്ടിട്ട് എനിക്ക് വിഷമമായിട്ടാണ് പറയുന്നത്. ആൻഡ് ഇൻഫാക്ട് എന്റെ ഗ്രാൻഡ് മദർ ഭയങ്കര ഒരു പാവമാണ്. ലൈക്ക് ലിറ്ററലി ഈ ഫാദർ ഇത്രയും ബാഡ് ചെയ്തിട്ട് ഞാൻ പ്രേ ചെയ്യുമ്പോഴും എന്റെ അടുത്ത് പറയും അങ്ങനെ ഒന്നും ബാഡ് ഒന്നും വിചാരിക്കരുത്, അവരെ പറ്റി എപ്പോഴും പ്രേ ചെയ്യണം ഹെൽത്തി ആയിട്ട്. അത്രയും നല്ല ഗുഡ് സോൾസ് ആണ് എന്റെ ഫാമിലി. അപ്പൊ പ്ലീസ് ഞങ്ങളുടെ അടുത്ത് ഒന്നും പറയരുത്. ആൻഡ് പ്ലീസ് ഇങ്ങനെ ഫാൾസ് ആക്യൂസേഷൻസ് ഉണ്ടാക്കുന്നത് നിർത്തുക. എനിക്ക് നിങ്ങളുടെ അടുത്ത് ടോക്ക് ചെയ്യണ്ട. അത്രേ ഉള്ളൂ. ബൈ. ഈ ഒരു വീഡിയോയിലൂടെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു അലിഗേഷൻസ് തന്നെയാണ് മോള് അച്ഛനെതിരെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പം ബാലയും അപ്പതയും തമ്മിലുള്ള പ്രശ്നം എന്താണെന്നോ അവർ തമ്മിലുള്ള ഇഷ്യൂസ് എന്താണെന്നുള്ളതൊന്നും നമുക്ക് ആർക്കും അറിയില്ല. സോ അവർ തമ്മിലുള്ള ഇഷ്യൂ എന്താണെന്നുള്ളത് നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. പക്ഷേ ഇത്തരം കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലോട്ട് വരുന്ന സമയത്ത് ആളുകൾ അവർക്ക് വേണ്ട രീതിയിലാണ് ഈ കാര്യങ്ങളൊക്കെ വളച്ചൊടിച്ച് ഇൻറ്റർപ്രറ്റ് ചെയ്യുന്നത്. സോ അമ്മയെ തന്നെയാലും രണ്ടു പക്ഷം എന്ന് പറയുന്നത് പോലെ ബാലയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ഒരുപാട് ആൾക്കാർ അമൃതയെ തെറിവിളിക്കുന്നു, അമൃതയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ഒരുപാട് ആൾക്കാർ ബാലയെ തെറിവിളിക്കുന്നു, അതുപോലെ തന്നെ മോളെ തെറിവിളിക്കുന്നു. സോ അത്രയും ഗതികേട്ടായിരിക്കണം കുഞ്ഞിപ്പോൾ വീഡിയോമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ടാവുക. മോള് പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ എത്രമാത്രം സത്യമാണെന്നോ അല്ലെങ്കിൽ എത്രമാത്രം ഇതിൽ കള്ളമുണ്ടെന്നുള്ളത് നമുക്കൊരിക്കലും പറയാനായിട്ട് പറ്റത്തില്ല. കാരണം ഇവരുടെ ഇടയിൽ സംഭവിച്ചത് എന്താണെന്നുള്ളത് നമ്മളാരും കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് മൊത്തം അനുഭവിച്ചിരിക്കുന്നത് ഇവർ മൂന്നുപേരും കൂടി ആയതുകൊണ്ട് തന്നെ ഇവരിൽ ആര് പറയുന്നതാണ് സത്യം, ആര് പറയുന്നതാണ് കള്ളം എന്നുള്ളത് പുറത്തു വെക്കുന്ന നമുക്കാർക്കും ഇതിനെക്കുറിച്ച് പറയാനായിട്ട് ഒരിക്കലും സാധിക്കാത്ത ഒരു കാര്യമാണ്. ഇപ്പോൾ തന്നെ ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം ഈ ഒരു കുഞ്ഞു വന്ന് പറയുന്ന സമയത്ത് കമന്റ് സെക്ഷൻ മുഴുവനും ആ കുഞ്ഞ് എന്താണ് പറയുന്നത് എന്നുള്ളത് ആരും മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നില്ല. അപ്പോഴും ആ കുഞ്ഞിനെയും ആ കുഞ്ഞിൻ്റെ അമ്മയെയും ചീത്ത വിളിക്കാനാണ് ആളുകൾ കൂടുതലും ശ്രമിക്കുന്നത്. എങ്ങനെയാണ് മോളുടെ അച്ഛനെ കുറിച്ച് മാത്രമാണോ കുട്ടികൾ ചോദിക്കുന്നത്, മോളുടെ അമ്മേനെയും കോബി സുന്ദറിനെ കുറിച്ചൊന്നും ആളുകളൊന്നും പറയാറില്ല എന്നൊക്കെയുള്ള കമന്റുകളാണ് കമന്റ് സെക്ഷനിൽ കൂടുതലായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ബാലയുമായി ഡിവോഴ്സ് ആയതിനു ശേഷം അമൃതക്ക് ഒരു കൂട്ട് വേണം എന്ന് തോന്നിയത് കൊണ്ട് അമൃത ഒരു ആളെ വിവാഹം ചെയ്യാനായിട്ട് ശ്രമിച്ചു. അത് കോബി സുന്ദറായിരുന്നു. അപ്പോൾ ആ ഒരു മാരേജ് സക്സസ് ആയിട്ടില്ല എന്ന് വെച്ചിട്ട് എങ്ങനെയാണ് അമൃത ചീത്തയാവുന്നതെന്ന് എനിക്കറിയില്ല. അമൃത വേറൊരാളെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു, അത് സക്സസ് ആയിട്ടില്ല. അവർ അതിനെടുത്തിട്ടുള്ള
ചെയ്തിട്ടുള്ള വ്യക്തി അവരുടെ ആ ഒരു സെലക്ഷൻ അത്ര ശരിയായിട്ടില്ല എന്ന് വെച്ചിട്ട് അവരെങ്ങനെയാണ് ചീത്തയാവുന്നത്? 2 മാരേജും സക്സസ് ആയിട്ടില്ല എന്ന് വെച്ചാൽ അതിനർത്ഥം ആ സ്ത്രീ ചീത്തയാണെന്നാണോ? എന്തിനാണ് ആളുകൾ ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്നതെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. അതുപോലെ തന്നെ 3 വയസ്സുള്ള ഒരു കുട്ടിക്ക് എങ്ങനെയാണ് അന്ന് നടന്ന കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടാവുക എന്ന് പലരും കുട്ടികളുടെ അടുത്ത് ചോദിക്കുക. ചില കുട്ടികൾക്ക് ചെറുപ്പത്തിൽ നടന്ന കാര്യങ്ങളൊക്കെ ഓർക്കാനുള്ള കഴിവുണ്ടായിരിക്കും. കാരണം ആ കുട്ടി കടന്നു പോയിരിക്കുന്നത് അത്രയും ട്രോമയിലൂടെയാണ്. ചെറിയ പ്രായത്തിൽ തന്നെ ഇതുപോലെയുള്ള ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് ആ മോള് കടന്നു പോയിരിക്കുന്നത്. അഭിരാമി അവരുടെ ഒരു വീഡിയോയിൽ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ചെറുപ്പത്തിൽ തന്നെ വളരെയധികം അനുഭവിച്ചിട്ടുള്ള ഒരു മോളാണ് പാപ്പു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യങ്ങളൊക്കെ ആ മോൾക്ക് ഓർത്തെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ എന്തൊക്കെയാണ് അവരുടെ ലൈഫിൽ നടന്നിട്ടുള്ളത് എന്നുള്ളത് ബാലയും അതുപോലെ തന്നെ അഭിരാമിയും അവരുടെ അമ്മയൊക്കെ സംസാരിക്കുന്നതും ആ കുഞ്ഞ് കേട്ടിട്ടുണ്ടാവില്ല. അവർ വീട്ടിൽ എപ്പോഴും സംസാരിക്കുന്നുണ്ടാവും അവരനുഭവിച്ച കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ കേട്ട് കുട്ടിക്ക് അതൊക്കെ ആ ഒരു മെമ്മറിയിൽ അങ്ങനെ പതിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കണം മോളിപ്പോൾ വന്ന് ഈ ഒരു കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടാവുക. ഇതിനെക്കുറിച്ച് എന്തായാലും നമുക്കൊന്നും അറിയില്ലെങ്കിൽ കൂടെയും ബാല ഈ ഒരു മോളുടെ വീഡിയോ കണ്ടതിന് ശേഷം റിയാക്ട് ചെയ്തിട്ടുണ്ട് വളരെ ഇമോഷണൽ ആയി തന്നെ. സോ നമുക്ക് ബാലയുടെ ആ വീഡിയോ കൂടെ ഒന്ന് കണ്ടു നോക്കാം. പാപ്പു സംസാരിച്ച വീഡിയോ ഞാൻ കണ്ടിരുന്നു. ആദ്യമായിട്ട് ഒരു പോസിറ്റീവ് കാര്യം പറയാം. മൈ ഫാദർ എന്ന് പറഞ്ഞു. താങ്ക് യു. നിന്നോട് തർക്കിക്കാൻ അപ്പ ഇല്ല. മകളോട് തർക്കിക്കുവാണെങ്കിൽ ഒരു അപ്പൻ ആനയല്ല. പിന്നെ പാപ്പു പറഞ്ഞ ചില കാര്യങ്ങൾ എന്നെ വിട്ട് പാപ്പു 2.5-3 വയസ്സിലാണ് പോയത്. 3 വയസ്സാകുമ്പോൾ എന്നെ വിട്ട് അകന്നു പോയി. അപ്പൊ ക്ലാസ് എടുത്ത് അടിച്ചു എന്നുള്ള കാര്യമൊക്കെ ഒരു കാര്യം പറഞ്ഞിരുന്നു പാപ്പു. ഞാനിത് തർക്കിക്കാനല്ല പറയുന്നത്. 5 ദിവസം വീട്ടിലിരുന്നു, അന്നം കൊടുത്തില്ലെന്നെ. പാപ്പു ഇത് തർക്കിക്കാനില്ല, ജയിക്കാൻ പറ്റും. ഇന്ന് ഞാൻ തോറ്റു കൊടുക്കുക, നീ ജയിക്കണം. വാക്കായിരിക്കും പാപ്പു. നിന്റെ വീഡിയോ മുഴുവൻ ഞാൻ കേട്ടു. ഇഫ് യു ലവ് മീ, ഇനി എന്നോടും എന്റെ കുടുംബത്തോടും ബന്ധപ്പെടില്ലെന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു ഞാനും നിന്റെ കുടുംബം ഒന്ന്. ഞാൻ അന്യനായിപ്പോയി നിനക്ക്. പക്ഷെ ഒരു വാക്ക് മാത്രം പാപ്പു ഇന്ന് ഞാൻ പറയാൻ, ഇനി തൊട്ട് ഞാൻ വരില്ല. ഞാൻ ഹോസ്പിറ്റലിൽ മരിക്കാൻ കിടന്നപ്പോ നീ വന്നത് കൊണ്ടാണ് ഞാൻ തിരിച്ചു വന്നതെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷെ നിർബന്ധത്തിന്റെ പേരിലാണ് നീ വന്നതെന്ന് പറഞ്ഞു. അത് അന്നേ എന്റെ അടുത്ത് മുഖം നോക്കി പറഞ്ഞിരുന്നെങ്കിൽ ഈ അച്ഛൻ ഇപ്പോ നിന്റെ അടുത്ത് സംസാരിക്കില്ല. നീ കാരണമാണ് അപ്പ ഇവിടെ ഇരിക്കുന്നത്. പാപ്പക്ക് എല്ലാ ആവശ്യവും ഉണ്ടാവും, എല്ലാം ഉണ്ടാവണം. നന്നായി പഠിക്കണം, നീ നന്നായി വളരണം. നിന്നോട് മത്സരിച്ച് ജയിക്കാൻ ഒരിക്കലും എനിക്ക് പറ്റില്ല. നീ എന്റെ ദൈവം അടങ്ങണം. ഗോഡ് ബ്ലെസ് യു. ഇനി തൊട്ട് അപ്പയില്ല, ഞാൻ വരില്ല. ബാലയുടെ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ ബാല ഇത്രയും നാളും കാണിച്ചത് ആക്ടിങ് ആണെന്നോ ഇത് മൊത്തം ഡ്രാമയാണെന്നോ ഒന്നും വിശ്വസിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല. കാരണം ബാലയുടെ ഓരോ വീഡിയോസിലും ബാല മോൾക്ക് അത്രയും സ്നേഹം വാരി കോരി കൊടുക്കുന്നതായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഒരു മോളെ കാണാൻ പറ്റാത്ത ഒരു അച്ഛൻ്റെ വേദന എത്രമാത്രം ഉണ്ടെന്നുള്ളത് ബാലയുടെ പല വീഡിയോ കാണുന്ന സമയത്തും നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. സോ അതൊക്കെ ആക്ടിങ് ആയിരുന്നു എന്നുള്ളത് സത്യം പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാനായിട്ട് കഴിയുന്നില്ല. ഇവരൊക്കെ വലിയ വലിയ ആക്ടേഴ്സ് ആയതുകൊണ്ട് ഇനി ഇതൊക്കെ ആക്ടിങ് ആണോ എന്നൊന്നും പറയാനായിട്ട് നമുക്ക് സാധിക്കില്ല. നമ്മൾ ഇവരെ പോലെ ആക്ടേഴ്സ് അല്ലാത്തത് കൊണ്ട് തന്നെ ഇവർ ചെയ്യുന്നത് ആക്ടിങ് ആണല്ലോ എന്നുള്ളതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഏത് വിശ്വസിക്കേണ്ട ആര് പറയുന്നതാണ് സത്യം എന്നൊന്നും എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല. അമൃത മോളെ പഠിപ്പിച്ച് പറയിപ്പിക്കുന്നതാണെങ്കിലും അല്ലെങ്കിൽ കാലങ്ങളായിട്ട് മോളുടെ മനസ്സിൽ വിഷം കുത്തി നിറച്ച് അതിപ്പോൾ പുറത്തോട്ട് വിടുന്നതാണെങ്കിലും ബാല കാണിച്ചത് മൊത്തം കള്ളാണെങ്കിലും ഡ്രാമയാണെങ്കിലും എന്താണെങ്കിലും സത്യം ഒരു നാൾ മറന്നേക്ക് പുറത്തേക്ക് വരിക തന്നെ ചെയ്യും. കാലം ആ ഒരു സത്യം പുറത്തോട്ട് കൊണ്ടുവരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.